ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ആണ് അല്പസമയം മുമ്പ് നമ്മളോട് ഈ വിഷയം സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സർക്കാരിനെ ഒന്നാകെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ കരിവാരി തേച്ച് കാണിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു മരണത്തിന്റെ മുന്നിൽ പോലും ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് CPM-ന് കഴിയുക എന്ന ഒരു ചോദ്യം കൂടി ഉയരുകയാണ്. നീലിമ, നമുക്കൊരു കാര്യം, ബഹുമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി, നിരീക്ഷകൻ എന്ന് നിങ്ങൾ എഴുതിയാലും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഊറ്റ പ്രവർത്തകനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീകുമാർജി തൃശ്ശൂരുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊന്ന് മറുപടി പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ളൊരു വിയോജിപ്പ് അറിയിച്ചതിന് ശേഷം നമുക്ക് ഇദ്ദേഹത്തിന് മറുപടി പറയാം. സാർ, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് പറഞ്ഞു 2 സർക്കാരുകളും ചെയ്ത സമയത്ത് എടുത്ത പ്രവർത്തികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും UDF-ൻ്റെ കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങളെന്ന് ഒരു കാര്യം സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടു. സർ, VD സതീശൻ എവിടെയാണ് സാർ? VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം തകർന്നു എന്ന് നിരവധി ചർച്ചകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും കേരളത്തിൻ്റെ പ്രതിസന്ധികളുണ്ടായി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംവിധാനം ആ നിയമസഭയ്ക്കകത്തില്ലേ, ഈ മുഖ്യമന്ത്രി കയറി നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് അദ്ദേഹത്തിന് തടയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഞങ്ങളെ കേരളത്തിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും നിങ്ങളിവിടെ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഈ തഗ്ഗിനും റീലിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഏത് റോളാണ് UDF ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ 4 ദിവസം സമരം ചെയ്യും. സർ, നിങ്ങൾ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി അടങ്ങുന്ന 21 മന്ത്രിമാർ നടത്തുന്ന ഈ മോശകരമായ പ്രവൃത്തിയെ കൃത്യമായി ചോദ്യം ചെയ്യാനും കൃത്യമായി തടയാനും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് പ്രതിപക്ഷം എത്തണം. ആ പ്രതിപക്ഷം എന്താണ് സാർ നിങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിപക്ഷത്തേക്ക് ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞ് നിങ്ങൾ അത് ചെയ്യാത്തത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലേ സാർ? VD സതീശന് മുഖ്യമന്ത്രിയെ ഭയമാണോ? VD സതീശന് പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ? അതോ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരും MLA-മാരും കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്ത് പൊയ്ക്കോ എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണ്ടേ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഒരു തരത്തിലും ഒരു മാറ്റവുമില്ലാതെ ഈ ദുരന്തങ്ങൾ എങ്ങനെ തുടരുന്നത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്താണ് അവർ ശരിയല്ല ഇവർ ശരിയല്ല. അതിനെ ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ പ്രതിനിധികൾ നിയമസഭയ്ക്കകത്തിരുന്ന് മൗനത്തിലാണ് സാർ. അവർ മൗനവ്രതം വിടണം. VD സതീശൻ മൗനവ്രതം വിടാൻ തയ്യാറാകണം. VD സതീശൻ തയ്യാറാകൂല. കാരണം അവർ ഒക്കച്ചങ്കന്മാരാണ്. പിണറായി വിജയനും VD സതീശനും എന്ന് പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നവരാണ്. അവിടെയാണ് കേരള ജനത തോറ്റുപോയത് നീലിമ. അവിടെയാണ് കേരള ജനത പരാജയപ്പെടുന്നത്. പിന്നെ സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞു അനാസ്ഥ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. സാർ, എന്ന് വരും? 2, അദ്ദേഹം പറഞ്ഞെന്താണ്, റിപ്പോർട്ട് ചോദിക്കും. വലിയ കാര്യമായിട്ടോ, കാരണം ആ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ റിപ്പോർട്ട് വന്നാൽ എല്ലാം തികഞ്ഞു. 3, അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട്. ആര്? ശിവൻകുട്ടിയാണ് അന്ത്യശാസനം കൊടുക്കണ്. കൊള്ള. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളെ മുച്ചൂടും മുറിയിച്ച് അതിനെ നശിപ്പിച്ച് നാറാണക്കല്ലും തോണ്ടി അതിൻ്റെ കഴുക്കോലും ഉത്തരവും ഊരിയിരിക്കുന്ന ശിവൻകുട്ടി അന്ത്യശാസനം കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട്. 2, പിന്നെന്താ പറഞ്ഞേ, ഈ അത്രയേ ഇടപെടാൻ സാധിക്കൂ. അങ്ങയുടെ വാക്കുകൾ ഞാൻ എഴുതി വെച്ചതാട്ടോ വായിക്കുന്നത്. സാർ, എന്ത് ദുരന്തമാണ് കേരളത്തിലെ ജനങ്ങൾ അങ്ങയുടെ നാവിൽ നിന്ന് കേട്ടത്? അത്രയേ ഇടപെടാൻ സാധിക്കുമെന്നും എന്ത് വിശ്വാസത്തിലാണ് സാർ സർക്കാരിനെ ഞങ്ങൾ ബഹുമാനിക്കേണ്ടത്? സർക്കാരിൽ എന്ത് വിശ്വാസമാണ് സാർ സാധാരണക്കാർക്ക് കിട്ടേണ്ടത്? വിദ്യാഭ്യാസ മേഖലകളിലെ ചെറിയ കുട്ടികളടങ്ങുന്ന സമൂഹം, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കൂ, ഇടപെടാൻ സാധിക്കൂ എന്നൊരു സർക്കാർ പറഞ്ഞാൽ എവിടെയാണ് രക്ഷ? സാധാരണക്കാർ എവിടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷ? അങ്ങൊന്ന് പറഞ്ഞുതരാമോ? 2, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അങ്ങ് പറഞ്ഞു. സർ, സുരേഷ് കുമാർ സാർ, ഞാൻ വെല്ലുവിളിക്കാം. അങ്ങ് പറയുന്ന സ്ഥലം, പറയുന്ന ദിവസം, പറയുന്ന സമയം നമുക്ക് കേരളത്തിൽ നിന്ന് കാസർകോട്ടേക്ക് എൻ്റെ ചെലവിലൊരു വാഹനമെടുത്ത് നമുക്ക് യാത്ര ചെയ്യാം സാർ. അങ്ങ് ചോദിക്കുക, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ കോളേജുകളിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടെന്ന് അങ്ങക്കറിയോ?
എത്ര പെർസെൻറ്റേജ് വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഈ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര വിദ്യാർത്ഥികൾ കേരളം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയോ? അനാഥപ്പെട്ടു പോയ കുടുംബങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സാർ? അച്ഛനും അമ്മയും മാത്രം ഇവിടെയുണ്ട്, മക്കളൊക്കെ പോവുകയാണ്. എന്തുകൊണ്ടാണ് സാർ? കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത, പൊതുസമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൂടി രക്ഷപ്പെടുകയാണ്. എന്താണ് സാർ ഞങ്ങൾ കൃത്യമായി പറഞ്ഞത്? വികസിത കേരളത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറിനെ ഈ മണ്ണിൽ ഉപയോഗിച്ചുകൊണ്ട് അവന് കൃത്യമായി സഫീഷ്യൻ്റായി സാലറി കിട്ടുന്ന 100% പ്ലേസ്മെൻറ്റ് കിട്ടുന്ന വലിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം. എന്താണ് സാർ 9 വർഷമായിട്ട് നിങ്ങളുടെ സർക്കാരിന് സാധിക്കാതെ വന്നത്? അത് ശിവൻകുട്ടിയെ കൊണ്ട് സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ മന്ത്രിയാക്കി വെച്ചത്? അപ്പോൾ വളർന്നു വരുന്ന യുവതലമുറ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാടത്തിന് മുമ്പിൽ അടിമത്തത്തിൽ നിന്നാൽ മതി എന്ന ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. ന്യൂനതകൾ പരിഹരിക്കും സാർ. എത്ര കാലമായി നിങ്ങൾ ന്യൂനതകൾ പരിഹരിക്കുന്നു? എന്നിട്ടും എൻ്റെ ന്യൂനതകൾ മാറാത്ത ഓരോ ദിവസവും പുതിയ പുതിയ ന്യൂനതകൾ വരുന്നത്? അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ? കഴിവില്ലായ്മ എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ആകസ്മികമായ സംഭവം സാർ, ആകസ്മികമായ സംഭവം വ്യത്യാസമാണ് സാർ. നിങ്ങൾ ഇടപെടേണ്ട സമയത്ത് ഒരു സിസ്റ്റം കറക്റ്റ് ആകുന്ന സമയത്ത്, കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ഇടപെട്ട് ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാതെ ഒരു പ്രവൃത്തി ഉണ്ടായി, അതിലൊരു മകൻ, ഒരു പയ്യൻ മരിച്ചു എന്ന് പറയപ്പെടുമ്പോൾ അതിന് ആകസ്മികമെന്നല്ല സാർ പറയുക. നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ സിസ്റ്റം പാളിച്ച വരുത്തിയത് കൊണ്ടാണ്. ആ സിസ്റ്റം നന്നാക്കേണ്ടത് ഞാനാണോ, നിങ്ങളാണോ, നീലിമയാണോ? അല്ലല്ലോ, സർക്കാരല്ലേ. സ്വാഭാവികമായിട്ട് ആ സർക്കാർ അവിടെ പരാജയപ്പെടുന്നു എന്ന് ഒറ്റക്കാര്യം കൂടി തീരുമാനം. സ്വകാര്യ വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ വരുന്നെന്ന് സുരേഷ് കുമാർ സാറുടെ ഏറ്റവും വലിയ കോമഡി ഓഫ് ദ ഡേ. എൻ്റെ പൊന്നു സുരേഷ് കുമാർ സാറെ, നിങ്ങൾക്ക് പറയാം ന്യായീകരിക്കാൻ ഇന്ന് കേരള സമൂഹത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിലെ പ്രവർത്തകരെ പോലെ മറ്റൊരാളില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഗുണ്ടലക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തള്ളാൻ പറ്റുമോ? കോഴിക്കോട് ചുരത്തിൽ 16 ചക്രമുള്ള ഒരു ടോറസ് ഉന്തിത്തള്ളി കയറ്റിയ പോലെ ഇപ്പോൾ അങ്ങയുടെ തള്ളൽ. കേരളത്തിലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസം ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയും സ്വകാര്യ സംവിധാനത്തിൽ നിന്ന് മാറി കുട്ടികൾ ഓടി വരികയാണെന്ന് ഇതിൻ്റെ വികസനം കണ്ടിട്ട് ആരാ സാർ ഇത് വിശ്വസിക്കുക? ആ കണക്കുകളിലേക്കൊക്കെ നമുക്ക് വരാം.